ഫ്ലെമിഷ് ബോണ്ട് എന്താണെന്നുള്ള എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ ടെക്സ്റ്റിൽ കോർണർ വാൾസ് ഇൻ ഫ്ലെമിഷ് ബോണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ 1 ബ്രിക്ക് വാൾ ഇൻ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്, 1.5 ബ്രിക്ക് വാൾ ഇൻ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആൻഡ് 2 ബ്രിക്ക് വാൾ ഇൻ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ 1 ബ്രിക്ക് വാൾ, 1.5 ബ്രിക്ക് വാൾ എന്നൊക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ വീഡിയോയിൽ. അപ്പോൾ അവിടുന്ന് വെറൈറ്റി ആയിട്ട് ഫ്ലെമിഷ് ബോണ്ടിൽ വരുന്ന പുതിയ 2 ടേംസാണ് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പൊതുവേ വരയ്ക്കാൻ എളുപ്പമാണ് ഇംഗ്ലീഷ് ബോണ്ടിനേക്കാളും കേട്ടോ. അപ്പോൾ ഇതേ എല്ലാ 3 ക്വസ്റ്റ്യൻ്റെയും പ്ലാൻ വ്യൂവും എലിവേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലെമിഷ് ബോണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഹെഡർ സ്ട്രക്ചർ മാറി മാറി ഒരു കോഴ്സിൽ തന്നെ വരുന്നത് അല്ലേ. അപ്പോൾ അൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഒറ്റ കോഴ്സിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാധാരണ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എലിവേഷൻ ആലോചിച്ച് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വേണ്ട. ഇതിൽ ഏത് ബോണ്ട് വന്നാലും എലിവേഷൻ നമ്മൾ സെയിം തന്നെയാണ് വരയ്ക്കാറ്. സ്ട്രക്ചർ ഹെഡർ മാറി മാറി വരുന്ന ഒരു എലിവേഷനാണ്. ഇനി ഇവിടെ നോക്കിയേ, ഇതിൽ കണ്ടോ ഈ പ്ലാൻ വ്യൂവിൽ സ്ട്രക്ചർ ഹെഡർ മാറി മാറിയാണ് വന്നിരിക്കുന്നത് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ. ഇനി ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ, ഹെഡർ സ്ട്രക്ചർ മാറി മാറിയല്ലേ വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഈവൻ കോഴ്സിലും അങ്ങനെ തന്നെയാണ്, ഹെഡർ സ്ട്രക്ചർ മാറി മാറി വരുന്നു. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും സെയിം റിപ്പീറ്റേഷനാണ്. അതിനിപ്പോൾ സൈഡ് വാളിൻ്റെ ആണെങ്കിലും ശരി, ഈ ഒരു ഹൊറിസോണ്ടൽ വാളിൻ്റെ ആണെങ്കിലും ശരി. അപ്പോൾ ഈ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും അത് ഫ്ലെമിഷ് ബോണ്ടായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ഹെഡർ സ്ട്രക്ചറാണ് കാണുന്നത്, ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും ഹെഡർ സ്ട്രക്ചറാണ് കാണുന്നതെങ്കിൽ അതെന്താണ്? ഒരു ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ് കേട്ടോ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു 200 അതിൻ്റെ വീതി, അതായത് ഒരു ബ്രിക്കിൻ്റെ വീതിയാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? 1 ബ്രിക്ക് വാൾ ഇൻ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയും. അപ്പോൾ ഒരു ബ്രിക്കിൻ്റെ വീതിയാണുള്ളത്, പ്ലസ് അതൊരു ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് കൂടെയാണ് അല്ലേ. അതായത് മുന്നിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും അതെന്തായിട്ടാണ് തോന്നുന്നത്? ഫ്ലെമിഷ് ബോണ്ടായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതൊരു 1 ബ്രിക്ക് വാൾ ഇൻ ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ എലിവേഷനിൽ സ്ട്രക്ചറിന് വരെ ഹെഡർ എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അതിൽ മിസ്റ്റേക്കാണ്. അതായത് സ്ട്രക്ചർ ഹെഡർ മാറി മാറി വരുന്നു എലിവേഷനിൽ. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണ് ഒരു ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇനി സെയിം ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിൽ തന്നെ ഒരു 1.5 ബ്രിക്ക് തിക്ക് വാളാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് മനസ്സിലായില്ലേ? നോക്കിയേ, ഹെഡർ സ്ട്രക്ചർ മുന്നിലും അങ്ങനെയാണ്, ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും അതെങ്ങനെയാണ്? ഹെഡർ സ്ട്രക്ചറാണ്. അതായത് മുന്നിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും അതെന്താണ്? ഫ്ലെമിഷ് ബോണ്ടാണ്. അതായത് ഡബിൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും അത് ഫ്ലെമിഷ് ബോണ്ടാണ് എന്നുള്ളതുകൊണ്ട് അതിനെന്ത് പറയുന്നു? ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നു കേട്ടോ. പിന്നെ ഇതിലിടയിലൊരു ഹാഫ് ബാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതെല്ലാവരും നോക്കുക. അപ്പോൾ ഇതും എന്താണ്? ഒരു ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ്. ഇനി ഇതിൻ്റെ വിടുത്ത് മാത്രമേ മാറ്റുള്ളൂ. നോക്കിയേ, ഒരു ഫുൾ ബ്രിക്കിൻ്റെ വിടുത്ത് അല്ലേ, ഒരു 200 ഉണ്ട്, പ്ലസ് ഒരു ഹാഫ് ബ്രിക്കിൻ്റെ വിടുത്ത് ഒരു 100 ഉണ്ട്. അപ്പോൾ ഒരു ഫുൾ ബ്രിക്ക് പിന്നെ ഒരു ഹാഫ് ബ്രിക്ക്, അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? 1.5 ബ്രിക്ക് വാൾ എന്ന് പറയും അല്ലേ. ഒരു ഫുൾ ബ്രിക്കിൻ്റെ വിടുത്ത് അതിനെ നമ്മൾ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, പിന്നെ ഒരു ഹാഫ് ബ്രിക്കിൻ്റെ വിടുത്ത് അതിനെ നമ്മൾ ഹാഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ 1.5 ബ്രിക്ക് വാൾ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ വീതി എത്ര ഉണ്ടായിരിക്കും? ഒരു ഫുൾ ബ്രിക്കിൻ്റെ വിടുത്ത് 200 mm പ്ലസ് ഹാഫ് വിടുത്തിൻ്റെ ഒരു 100 mm. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 300 mm ആയിരിക്കും ആ വാളിൻ്റെ വീതി. അതിൻ്റെ എലിവേഷനും സെയിം തന്നെയാണ് വരുന്നത്. സ്ട്രക്ചർ ഹെഡർ മാറി മാറി വരുന്നു. ക്യൂൻ ക്ലോസർ കൊടുത്തിട്ടുണ്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിലൊന്നും കൺഫ്യൂഷൻ വേണ്ട. ഇനി നെക്സ്റ്റ് ആണ് ഒരു സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വിടുത്ത് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു ഹാഫ് ബ്രിക്കിൻ്റെ വീതി 100, പിന്നെ ഒരു ഫുൾ ബ്രിക്കിൻ്റെ വീതി 200, വീണ്ടും ഒരു ഹാഫ് ബ്രിക്കിൻ്റെ വീതി 100. അപ്പോൾ നോക്കിയേ, മൊത്തം 400 mm ആണ് അതിൻ്റെ വീതി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് 2 ബ്രിക്ക് വാളാണ് എന്നാണ് കേട്ടോ. അതായത് ഒരു 2 ബ്രിക്കിൻ്റെ ഫുൾ വീതി അതിനുണ്ട് അല്ലേ. ഒരു 100, പിന്നെ ഒരു 200, പിന്നെ ഒരു 100 ഒരു ഹാഫാണല്ലോ, ദെൻ 200 ഒരു ഫുള്ളാണല്ലോ, ദെൻ 100 വീണ്ടും ഒരു ഹാഫാണല്ലോ. അപ്പോൾ ഒരു ഹാഫും ചേരുമ്പോൾ അവിടെ ഒരു ഫുള്ളായി, പിന്നെ ഒരു ഫുൾ ബ്രിക്കും. അപ്പോൾ അങ്ങനെ 2 ബ്രിക്കിൻ്റെ വീതി അവിടെ വന്നു, മൊത്തം 400 mm. അപ്പോൾ അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? 2 ബ്രിക്ക് വാൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾ നോക്കിക്കോട്ടോ. സ്ട്രക്ചർ ഹെഡർ മാറി മാറിയിട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ അതെന്താണ്? ഒരു ഫ്ലെമിഷ് ബോണ്ടാണ്. ഹെഡർ സ്ട്രക്ചർ മാറി മാറി ഒരു കോഴ്സിൽ വരുമ്പോൾ അത് ഫ്ലെമിഷ് ബോണ്ടാണ്. സെയിം അതിന് ഈവൻ കോഴ്സിലും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണുക. ഹെഡർ സ്ട്രക്ചർ മാറി മാറി വരുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, അതെല്ലാം സ്ട്രക്ചറുകളാണ്. മറ്റ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ബാക്ക് സൈഡ് വ്യൂവിൽ എല്ലാം സ്ട്രക്ചറുകളാണ്. ഓഡ് കോഴ്സിൽ ഈവൻ കോഴ്സിലേക്ക് പോകുമ്പോൾ അതെന്തായി? എല്ലാം ഹെഡറുകളായി ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ.
അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ഇംഗ്ലീഷ് ബോണ്ട് ആയിട്ടായിരിക്കും കാണുക അല്ലേ. ഒരു ലെയറിൽ മൊത്തം സ്ട്രക്ചർ, അടുത്ത ലെയറിൽ മൊത്തം ഹെഡർ, അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതെന്താണ്, ഒരു ഫ്ലെമിഷ് ബോണ്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്തരം ബോണ്ടുകളെയാണ് നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ബോണ്ടായിട്ടും മറ്റേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫ്ലെമിഷ് ബോണ്ടായിട്ടും. അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഫ്ലെമിഷ് ബോണ്ടായിട്ടും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ അത് ഇംഗ്ലീഷ് ബോണ്ടായിട്ടാണ് കാണുക. അപ്പോൾ അവിടെ ഒറ്റ ഫ്ലെമിഷ് ബോണ്ടേ നമുക്കുള്ളൂ ഫ്രണ്ടിൽ നിന്ന് മാത്രം നോക്കുമ്പോൾ. അതുകൊണ്ടാണ് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആയപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും അത് ഫ്ലെമിഷ് ബോണ്ടായിട്ടാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് മാത്രം നിങ്ങൾ അതിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഈ 1 ബ്രിക്ക് വാളും 1.5 ബ്രിക്ക് തിക്ക് വാൾ എന്താണെന്നുള്ളതും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ.